ഹോം വർക്കൗട്ട് ചെയ്ത് മാത്രം കിട്ടിയ പമ്പാണിത്. വർക്കൗട്ട് ചെയ്തിട്ട് ഹാഫ് അവർ ആയെങ്കിൽ ആ പമ്പുണ്ട്. അപ്പോൾ ഇത് ഡേ 21 ഓഫ് ലേണിംഗ് കാലിസ്തനിക്സ് ഫ്രം ദ സ്ക്രാച്ച്. അപ്പോൾ ഗൈസ് നിങ്ങൾ കമന്റിൽ ചോദിച്ച പോലെ വർക്കൗട്ടിന് മുന്നേ ഏതൊക്കെ സ്ട്രെച്ചിങ് കാര്യങ്ങളും ചെയ്യാം. ഞാൻ അപ്പർ ബോഡിയുടെ മാത്രം പറഞ്ഞുതരാം. ലോവർ ബോഡി സ്ട്രെച്ചിങ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അത് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ട റിസ്റ്റിന്റെ ജോയിന്റ്, ഷോൾഡറിന്റെ ജോയിന്റ്, എൽബോ. ആദ്യം തന്നെ ഷോൾഡറിന്റെ കുറച്ച് റൊട്ടേഷൻസ് നോക്കാം. ഇങ്ങനെ ചെയ്യേണ്ട ഫോർവേഡും ബാക്ക്വേർഡും ചെയ്യുക. ഷോൾഡേഴ്സിന് നമ്മൾ മുകളിൽ നിന്ന്, സൈഡിൽ നിന്ന്, ബാക്കിൽ നിന്ന് ഈ 3 സ്ട്രെച്ചിങ് ഉറപ്പായിട്ടും ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും വർക്കൗട്ട്സ് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും നിങ്ങളുടെ റിസ്റ്റ് ഷോൾഡർ കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അതിനെ ഒന്ന് ഫ്രീ ആക്കുക. എന്നിട്ട് അതിന്റെ റൊട്ടേഷൻസ്, എന്നിട്ട് ആ റിസ്റ്റിനെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തിരിച്ച് സ്ട്രെച്ച് ചെയ്യുക. സൈഡ്, ഫ്രണ്ട്, ബാക്ക്. നിങ്ങളുടെ ബോഡി വെയിറ്റ് സ്കാപ്പുല ഇങ്ങനെ വെക്കാണ്ട് സ്കാപ്പുല ഇങ്ങനെ വെച്ച് മുമ്പിലോട്ട് ബോഡി വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ റിസ്റ്റിൽ നല്ലോണം സ്ട്രെച്ച് കിട്ടും. സെയിം സാധനം റിസ്റ്റിനെ ഇൻവേർട്സ് വെച്ച് റിവേഴ്സ് ചെയ്യണം. എന്നിട്ട് റിസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ബാക്കിലോട്ട്. അപ്പൊ നല്ലോണം സ്ട്രെച്ച്, ഈ ഫോർ ആംസിലൊക്കെ നല്ലോണം സ്ട്രെച്ച് കിട്ടും. ഇനി നമുക്ക് കുറച്ച് റൊട്ടേഷൻസ് നോക്കാം. റിസ്റ്റിനും ഷോൾഡറിനും എൽബോയ്ക്കും സെയിം വരുന്ന ഒറ്റ സിംഗിൾ റൊട്ടേഷൻ ചെയ്താൽ മതി. ഇതേ സാധനം ഇങ്ങനെ ഫോർവേഡും ചെയ്യുക, ബാക്ക്വേർഡും ചെയ്യുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ, ഇങ്ങനെ ബോഡി വെയിറ്റിനെ ഫ്രണ്ടിലോട്ട് വിടുക. എന്നിട്ട് നിങ്ങളുടെ റിസ്റ്റിനെ മാത്രം ഇങ്ങനെ പൊക്ക്. ബോഡി വെയിറ്റ് ബാക്കിലാണെങ്കിൽ ഇത് എഫക്റ്റീവ് ആയിരിക്കത്തില്ല ഒരിക്കലും. അതേസമയം നിങ്ങളുടെ ബോഡി വെയിറ്റ് എത്ര ഫ്രണ്ടിലോട്ട് വിടാൻ പറ്റുമോ എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഈ സീരീസിന്റെ കുറെ വീഡിയോസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ അടിച്ചു വെച്ചോ. ഓക്കെ.